എല്ലാം കാണാം. അടിപൊളിയായിട്ട് നോക്കാം. എനിക്ക് ക്യാമറ നല്ലതായിട്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് ഒന്നും നൂരാനൊന്നും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. അടുക്കള ഇവിടെയാണ്. ഇവിടെ ഒരു ശകലം പുകയുണ്ടോ നോക്കി. പക്ഷെ ഇവിടെ പുക വരുന്നത് അങ്ങോട്ട് നോക്കി. എന്ന് വെച്ചാൽ പട്ടാളക്കാർ നോക്കുമ്പോൾ പുക വല്ലയിടത്തും വരും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും കിട്ടും. നമ്മൾ ആദ്യം ആ മിനിയേച്ചർ ആയിട്ടുള്ള സാധനം കണ്ടപ്പോഴേ ഇത് ഒറിജിനാലിറ്റി ആയിട്ട് കണ്ടോ. പുക ഇവിടെ വരുന്നത് പക്ഷെ കുക്ക് ചെയ്യുന്ന അവിടെ. ഇതുപോലെ പല സ്ഥലങ്ങളിൽ ഉണ്ടാക്കുക ഒരിക്കലും അറിയത്തില്ല. പ്രതിനെ ഏറ്റവും വലിയ പ്രത്യേകത എന്താ, ഇവിടെ ടൈൽസ് ഇട്ടിട്ടില്ല, പാറ ഇട്ടിട്ടില്ല, ഒന്നുമില്ല. എന്ത് വൃത്തിയില്ല. വൃത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എല്ലാ ദിവസവും അവർ മെയിൻറ്റെയിൻ ചെയ്യും. എല്ലാം കറക്റ്റ് ആണ്. അതുപോലെ നോക്കാം, അത്ര ആൾക്കാരാണ് ഇവിടെ വരുന്നത്. പിന്നെ കാടെന്ന് പറഞ്ഞോണ്ടല്ലോ നോക്കി, ഫുൾ വനം. എന്ത് വനമെന്നറിയാം. ഈ വനത്തിലാണ് ഇത്രയും ആൾക്കാർ ഇവിടെ ഈ തുരങ്കം ഉണ്ടാക്കി ജീവിച്ചത്. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബംഗാളിലോട്ടാണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇതിന് മുമ്പേ കണ്ടതുപോലല്ല, വേറൊരു വ്യത്യസ്തത. ഇത് ഇവിടുത്തെ കമാൻഡോ ഉപയോഗിച്ച ബെഡ്റൂം വരെ ഉണ്ടെന്നാണ് കേൾക്കുന്നത്. അയ്യോ ബാബാ, എല്ലാം കാണാം. അടിപൊളിയായിട്ട് നോക്കാം. ദേ ഇവിടൊക്കെ എന്ന് പറഞ്ഞാൽ അറിയാൻ വയ്യാത്തവരൊക്കെ തന്നെ തലയൊക്കെ ഇടിച്ച് പൊട്ടിയതാണ്. കണ്ടോ, അറിയാൻ വയ്യാത്തവർ വന്നു കഴിഞ്ഞാൽ പണിയാണ്. ഈ മണ്ണിന്റെ പ്രത്യേകത ഉണ്ടോ, ഇത്രയും മേളിൽ നല്ലതായിട്ട് മഴ നടക്കും, എന്നിട്ട് പോലുവേ ഈ മണ്ണിനൊന്നും ഒരു കുഴപ്പമില്ല. ഇവരെന്തൊക്കെയോ തേച്ചിട്ടുണ്ട്. അല്ലാതെ ഇനിയിപ്പോ തന്നെ നമുക്ക് മുമ്പേ പോയതുപോലല്ല. ഇത് കണ്ടോ, ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഇരുന്നേ പോകാൻ പറ്റത്തുള്ളൂ. ഒരു വൻ സംഭവം അങ്ങോട്ടുണ്ട്. അത്രേ ഉള്ളു. മുമ്പത്തെ കൂട്ട് പറ്റത്തില്ല കേട്ടോ. അങ്ങ് സൈഡ് നോക്കിയാ ഞാൻ ഇങ്ങോട്ട് പ്രജിം വരുന്ന കാണിക്കാം. ഇങ്ങനെ ഇരിക്കുക. ഒന്നും നൂരാനൊന്നും പറ്റത്തില്ല. ഒന്നും പറ്റത്തില്ല. ചൂട് ഭയങ്കര ചൂടാണ്. ചൂട് ഭയങ്കര ചൂടാ. പ്രജന ഇതുണ്ട്, ഈ തുരങ്കം ഉണ്ടോ സൈഡൊക്കെ എന്ന് പറഞ്ഞാലേ ഇതിനകത്തൂടെ പാമ്പോ അതും ഇതൊക്കെ വരും. ഇവിടെയൊക്കെ ഉണ്ട് പാമ്പൊക്കെ ഇതിൽ കൂടി വരും. It looks like a maze. So if someone don't know about, they could be lost here. ഇത് കണ്ടോ, ഇനിയാ പ്രശ്നം. ഇനിയാണ് കണ്ടോ, ഇവിടൊക്കെ തുരങ്കങ്ങൾ കണ്ടോ. ഇതൊക്കെ മേളിലൊക്കെ നോക്കി, ആ ഹോൾസുകളിലൊക്കെ എന്തെങ്കിലും ഒക്കെ ഉണ്ടാവും. ഇതൊന്നും ഇങ്ങനെ പിടിച്ചു. ഞാൻ ഇറങ്ങി വല്ലതും കാണിക്കാം. ഇവിടെ വന്നു. ഇനി ഇവിടെ വന്നു കഴിയുമ്പോ ഇവിടെ പറഞ്ഞത് എലിയുടെ മാള വന്ന. എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ നൈസായിട്ട് എന്റെ എനിക്ക് പറ്റില്ല, ഇങ്ങനെ വന്നു. എനിക്ക് ക്യാമറ നല്ലതായിട്ട് പിടിക്കാൻ പോലും പറ്റുന്നില്ല. ഇനി അങ്ങോട്ട് നമ്മുടെ ഗൈഡ് ഫാസ്റ്റ് വരാൻ പറയുന്നത് കാരണം പുള്ളി സ്ഥിരമായിട്ട് വരുന്നുണ്ട്, കുഴപ്പമില്ല. നമ്മളെ More down. പ്രജനെ, അപ്പൊ എതിരാരെങ്കിലും വന്നാൽ നമ്മൾ തിരിച്ച് പോകാൻ പറ്റിയല്ലോ. പ്രജന ഇതുണ്ടോ, ഞാൻ ചാടാൻ പോവാ. ഇങ്ങോട്ട് നോക്കി, അവിടെ തുറന്നു വെച്ചതാ, നിർത്തി. ഇന്ന് പിടിച്ചു വന്നിട്ട് ഞാൻ ഇറങ്ങട്ടെ. അങ്ങോട്ട് പോകാം. ഇതുകൊണ്ട് നീളം കണ്ടോ. നോക്കി ഇരുന്നേ പറഞ്ഞേ. അയ്യോ, ഇരിക്കാനായിട്ടെ നിന്നപ്പോ ഒരു കൊതി. ഇന്നിരിക്കട്ടെ. അപ്പൊ ഇതൊന്ന് ഇരിക്കുവാണ്. വേർത്ത് കുടിച്ചല്ലേ, നല്ല ചൂടാണ്. പുള്ളി അങ്ങോട്ട് പോയി. ബ്രദർ, അതേടാ അവിടെ കയറാൻ പറ്റുമോ? ഇവിടെ കയറാൻ പറ്റും. എന്റെ അമ്മോ, കേറ്, എനിക്കൊന്ന് എണീക്കണം. നിക്കത് ചെറിയ സംഭവമല്ല പറഞ്ഞേ. സന്തോഷം മേലോട്ട് പോവാണ്. അങ്ങോട്ടാ ക്യാമറ പിടിക്കാവോ? ക്യാമറ ഒന്ന് പിടിക്കാവോ? ഇരിക്കണേ. ഓക്കെ, ഞാൻ കയറട്ടെ. ഒരാൾക്ക് ജസ്റ്റ് ഒക്കെ പറഞ്ഞേ. ഇതൊരു വലിയ പണിയായിപ്പോയി കേട്ടോ. അയ്യോ, ഇതൊരു കൈ തരത്തില്ലെന്നാ പറയുന്നത്. എനിക്ക് കൈ തന്നില്ല, ഇങ്ങനെ നമ്മൾ കയറണമെന്ന്. അയ്യോ അയ്യോ, വേർത്ത് കുളിച്ച് കുറച്ച് ദൂരം വന്നോളൂ. പക്ഷെ അപ്പൊ ഇതാണ് 5 സ്റ്റാർ ബങ്കർ എന്ന് വെച്ചല്ലേ, കമാൻഡർക്കൊക്കെ വന്ന് കിടക്കാൻ പറ്റിയ മുളയുടെ കട്ടിൽ വരെയാണ് 5 സ്റ്റാർ. അതെ അതെ.
ദേ ഇവിടെ ഇരിക്കാനേ കോഫി Also have കുടിക്കാനേ. another entrance. Go to another way. Another way. അടുത്ത അടുത്ത സ്ഥലത്തേക്ക് പോവാം. ഇനി അങ്ങോട്ട് പോവാം, അങ്ങോട്ട് Now we പോവാം. go out. അയ്യോ തീർന്നില്ല കേട്ടോ ബ്രിജിനെ. ഇനിയുണ്ട്. ദേ പുറത്തേക്ക് പോവാം. ഇനി പുറത്തേക്ക് പോവാം. അയ്യോ ചന്ദ്രയുടെ തിരിച്ച് എന്തെങ്കിലും വെച്ച് മറന്നെങ്കിൽ തിരിച്ചു പോയി എടുക്കണോ? ഒന്നും വേണ്ട, പോയാലങ്ങ് പോട്ടെ. ഓക്കെ വിട്ടോ. അയ്യോ വേണ്ട. അപ്പോൾ അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോവാണ്. പുറത്തേക്ക് ഇറങ്ങാം അല്ലേ? ബാ. ഓ രക്ഷപ്പെട്ടു. അയ്യോ അതെ, ഇങ്ങനെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാം. വന്ന വഴി നോക്കിയോ, ഇതാണ് വന്ന വഴി. അയ്യോ അനുഭവേ ഒരു രക്ഷയില്ല കേട്ടോ. ഒരു കാണിച്ചു കഴിഞ്ഞാൽ അറിയാം. വേർത്ത് കുളിച്ചല്ലേ, ഇത്ര വേർത്ത് ഇതിനകത്ത്. അനുഭവം എന്ന് പറഞ്ഞേ. അനുഭവം ഒരു രക്ഷയില്ല. എന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഇരുന്നേ പോകാൻ പറ്റുള്ളൂ, നിവരാൻ പറ്റില്ല. അപ്പൊ നടുവിന് ഭയങ്കര പിടുത്തം വരും. ഇത് മാത്രമല്ല, ഇനി ദൂരം കൂടിയ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന്. അപ്പൊ എങ്ങനെ പോയിരുന്നു? ഇത് തേർഡ് ഫ്ലോർ അല്ലേ? എന്ന് വെച്ചാൽ മൂന്നാമത്തെ നിലയിലോട്ട് പോകാം. പക്ഷെ ഇവിടെ നമുക്ക് കയറാൻ പറ്റില്ല. ഇത് മൂന്നാമത്തെ നില. താഴ്ച ഉണ്ടോ? ഭയങ്കര താഴ്ചയാ. അതേടാ, ഇതാണ് ഇവരുടെ അടുക്കള. അടുക്കള എന്ന് പറഞ്ഞാൽ ഫ്രണ്ടിലൊരു പലക, രണ്ട് സൈഡിലും മറ്റേ ഇവിടുത്തെ പിന്നെ മുളകളാ. പക്ഷേ ഇത് പുറത്തേക്ക് ഈ പുക വരില്ല. ഇത് അടിയിൽ വെച്ചിട്ടാണ് കുക്ക് ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യും, മറ്റേ മേളിൽ പഞ്ഞ് വെച്ചിട്ടുണ്ട്, അതുമേ പിടിച്ചെടുക്കും. പക്ഷെ ഇതിപ്പോ ഇവിടെ കാണിക്കാൻ വേണ്ടിയാ ഇവര് പുക അതൊക്കെ കാണിക്കുന്നുണ്ടോ? കപ്പയും അതിന്റെ കൂട്ടത്തില് മറ്റേ പഞ്ചസാര എല്ലാം കൂടെ ചേർത്തുണ്ടൊരു സാധനം. നല്ല ടേസ്റ്റ്. ഇവിടുത്തെ കപ്പ ഉണ്ടോ? അവിടെ പച്ചരിപ്പുണ്ട്. ഇതാണ് ഇവിടുത്തെ കപ്പ. നമ്മുടെ നാട്ടിലെ പോലെ കപ്പ. നമ്മുടെ നാട്ടിലുള്ള കപ്പ തന്നെ, പക്ഷെ വേറെ ടേസ്റ്റാ. പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും ഉണ്ടായിരുന്നു പട്ടാളത്തിൽ. ഈ നാട്ടിലുള്ള എല്ലാവരും ചേർന്നാണ് അമേരിക്ക ഓടിച്ചത് അല്ലേ? ഗൊറില്ല യുദ്ധത്തിൽ പേടിച്ചു പോയ അമേരിക്ക. അത് തന്നെ. നമ്മളല്ലേ ഈ ടണലെന്ന് വെച്ചപ്പോ ഇത്രയും വിചാരിച്ചില്ല. കൈയും കാലും എല്ലാം കഴുകിയെടുത്ത് സെറ്റായി, അടിപൊളിയായിരുന്നു. ഒരു രക്ഷയില്ല. ശരിക്കും വിയറ്റ്നാം വന്നു കഴിഞ്ഞാൽ നിങ്ങളിത് കാണണം. അമേരിക്കയെ തോപ്പിച്ച് എങ്ങനെയാന്ന് ഇത് കാണുമ്പോൾ മനസ്സിലാവും. ഒരു ബുദ്ധി ഉപയോഗിച്ചാ കേട്ടോ, ഭയങ്കര ബുദ്ധിയാണ്. അതും ഇവിടെ കിട്ടുന്ന സാധനങ്ങൾ. ഇവിടെ ഹെലികോപ്റ്റർ അങ്ങനെയുള്ള ഒന്നുമില്ല. ഇവര് ബുദ്ധി ഉപയോഗിച്ച് തോപ്പിച്ച്, അമ്പും വലിയ സാധനങ്ങളെ കൊണ്ട് അത് ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞാൽ എവിടെ നടന്നാലും വീഴും. ആ രീതിയിൽ ഇത് ഏകദേശം മൊത്തം വീഡിയോ എടുക്കാനാണെങ്കിൽ തീരത്തില്ല. അപ്പൊ എല്ലാവരും വരിക, കാണുക, തീർച്ചയായിട്ടും കാണുക.